പശ്ചിമേഷ്യയിൽ മാത്രമല്ല ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും സംഘർഷം വ്യാപിക്കുകയാണ്. നമുക്കറിയാം 2022 ഫെബ്രുവരി മുതൽ റഷ്യയും യുക്രൈനും തമ്മിലുള്ള സംഘർഷമുണ്ട്. ഇസ്രായേലും അതുപോലെ തന്നെ പലസ്തീനും തമ്മിലുള്ള സംഘർഷം കഴിഞ്ഞ കുറേ നാളുകളായി ഉണ്ട്. ഇസ്രായേലും ലെബനനും തമ്മിൽ സംഘർഷം നടക്കുന്നു. ഇറാനും അമേരിക്കയും തമ്മിൽ ഇപ്പോൾ ഘോര യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. ഈ സംഘർഷങ്ങളെല്ലാം ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഈ രാജ്യങ്ങളെ മാത്രമല്ല, ഈ തമ്മിലടിക്കുന്ന രാജ്യങ്ങളെ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളെ വളരെ ദോഷകരമായി ബാധിച്ചിട്ടുണ്ട്. ഈ റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയ കാലഘട്ടത്തിൽ പട്ടിണിയായി പോലെ ഒട്ടേറെ രാജ്യങ്ങളുണ്ട്. അവർ ഈ റഷ്യക്കെതിരെ വലിയ സാമ്പത്തിക ഉപരോധം യൂറോപ്പും അമേരിക്കയും എല്ലാം ഏർപ്പെടുത്തുന്നു. പിന്നീട് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിൻ്റെ പേരിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ചുമത്തുന്നു. എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഈ യുദ്ധം കാരണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ പശ്ചിമേഷ്യയിലെ സംഘർഷമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ തലവേദന മറ്റ് രാജ്യങ്ങൾക്ക് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയും ഇറാനും കിടന്ന് തമ്മിലടിച്ചോട്ടെ, പക്ഷേ മറ്റു രാജ്യങ്ങൾക്ക് അതൊരു വലിയ പ്രശ്നമായി മാറുന്നു. കാരണം ഹോർമൂസ് കടലിടുക്കാണ്. ഹോർമൂസ് കടലിടുക്കിലൂടെ ഏതാണ്ട് 300-ലധികം കപ്പലുകളാണ് ഓരോ ദിവസവും കടന്നു വന്നുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ 30 കപ്പലുകൾ പോലും കടന്നു പോകുന്നില്ല. ഭയമാണ് അതുവഴി കടന്നു പോകാൻ. അതുവഴി കടന്നു പോയി കഴിഞ്ഞാൽ ഏത് നിമിഷവും മിസൈലുകളും ഡ്രോണുകളും വന്നടിച്ച് കത്തിച്ചാമ്പലാകാം. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാരെ ഒരു കാരണവശാലും ഹോർമൂസിലൂടെ കടന്നു പോകുന്ന കപ്പലുകളിൽ പോസ്റ്റ് ചെയ്തേക്കരുത് എന്ന് കർശന നിർദ്ദേശം ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഈ ഷിപ്പിംഗ് കമ്പനികൾക്കൊക്കെ നൽകിയിട്ടുണ്ട്. അങ്ങനെ അത്രമാത്രം വലിയ പ്രതിസന്ധിയാണ് ഹോർമൂസ് കടലിടുക്കിലൂടെ ഉള്ളത്. ആ ഹോർമൂസ് കടലിടുക്ക് എത്രയും വേഗം തുറന്നു കൊടുക്കണമെന്ന് കഴിഞ്ഞ ദിവസം അമേരിക്ക ആവശ്യപ്പെട്ടിരുന്നു. ആ അമേരിക്കയുടെ ആവശ്യത്തെ ഏറെക്കുറെ തിരസ്കരിക്കുകയാണ് ഇപ്പോൾ ഇറാൻ ചെയ്തിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കൊക്കെ ഞങ്ങൾ തുറന്നു കൊടുക്കാം, പക്ഷേ ഞങ്ങൾക്കൊരു 6 ആവശ്യങ്ങളുണ്ട്. ആ 6 ആവശ്യങ്ങളും അംഗീകരിക്കണമെന്നാണ് ഇറാൻ ഇപ്പോൾ പറയുന്നത്. എന്തൊക്കെയാണ് ആ 6 ആവശ്യങ്ങൾ? ഇറാന് നേരെയുള്ള ഭീഷണി അവസാനിപ്പിക്കണം. അതായത് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ വളരെ അടിയന്തരമായി നിർത്തണം. യുദ്ധം അത് എന്നേക്കുമായി അവസാനിപ്പിക്കണം. സേനാ പിന്മാറ്റം. ഇറാനെ ആക്രമിക്കാനായി ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും സൈന്യം പല ഭാഗങ്ങളിലും അവരുടെ നാവികസേനയായിക്കോട്ടെ അല്ലെങ്കിൽ അവരുടെ വ്യോമസേന ആയിക്കോട്ടെ അത് ഇറാന് ചുറ്റും ഇങ്ങനെ വിന്യസിച്ചിരിക്കുകയാണ്. ആ സേനാ വിന്യാസം പിൻവലിക്കണം. 4-മത്തെ കാര്യം എന്നത് ഇറാന് വലിയ നാശനഷ്ടം ഈ യുദ്ധത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നഷ്ടപരിഹാരം നൽകണം. 5-മത്തെ ആവശ്യം ഇറാനെതിരെ ഏർപ്പെടുത്തിയിട്ടുള്ള എല്ലാ സാമ്പത്തിക ഉപരോധങ്ങളും പിൻവലിക്കണം. 6-മത്തേത് ഇറാൻ്റെ ഒട്ടനവധി ആസ്തികൾ വിദേശ രാജ്യങ്ങളിൽ അമേരിക്കയിലും അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലുമെല്ലാം പിടിച്ചു വച്ചിട്ടുണ്ട്. അത് റിലീസ് ചെയ്യണം. ഈ 6 ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ മാത്രമേ എന്തെങ്കിലും തരത്തിലുള്ള വെടിനിർത്തൽ അല്ലെങ്കിൽ കപ്പലുകളെ ആക്രമിക്കാതിരിക്കുക, ഹോർമൂസ് കടലിടുക്ക് തുറക്കുക എന്നിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് സാധ്യതയുള്ളൂ എന്നാണ് ഇറാൻ ഇപ്പോൾ പറയുന്നത്. പക്ഷേ ഈ 6 ആവശ്യങ്ങൾ അമേരിക്കയ്ക്ക് സ്വീകാര്യമാകുമോ? ഒറ്റ നോട്ടത്തിൽ തന്നെ അത് സ്വീകാര്യമല്ല എന്ന് പറയാം. അമേരിക്ക ഇപ്പോഴെങ്ങും ആക്രമണം നിർത്തുന്ന കോളില്ല. ഒരുപക്ഷെ അമേരിക്ക അവരുടെ ഈ ഉപരോധം, അതായത് ഇറാൻ്റെ തുറമുഖങ്ങളെ ഉപരോധിച്ചിട്ടുണ്ടല്ലോ, ആ ഉപരോധം ചിലപ്പോൾ പിൻവലിക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലാതെ സേനാ പിന്മാറ്റമോ അതോടൊപ്പം തന്നെ ഈ ആസ്തികൾ പെട്ടെന്ന് വിട്ടുകൊടുക്കുന്ന നിലപാടോ അതൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പിക്കാം, ഇറാൻ്റെ ഈ 6 ആവശ്യങ്ങൾ എന്ന് പറയുന്നത് ഏറെക്കുറെ നടപ്പിലാകാത്ത ആവശ്യങ്ങളാണ്. ഇറാനും അമേരിക്കയും തമ്മിൽ ചർച്ച നടത്തി ഈ 6 ആവശ്യങ്ങളിൽ 3-ആയോ 2-ആയോ ഒക്കെ ചുരുക്കുമോ എന്നറിയില്ല. പക്ഷെ അങ്ങനെ ചുരുക്കിയില്ല എങ്കിൽ തീർച്ചയായിട്ടും ഈ ആവശ്യം നടക്കാൻ കഴിയാത്തതാണ് അല്ലെങ്കിൽ നടപ്പാക്കാൻ കഴിയാത്തതാണ്. ആ രീതിയിലേക്ക് അമേരിക്കൻ സർക്കാർ പോകുമെന്ന് അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപ് പോകുമെന്ന് കരുതണ്ട. അതുകൊണ്ട് തന്നെ സംഘർഷം ഇപ്പോഴും അങ്ങനെ തന്നെ തുടരാനാണ് സാധ്യത. ഈ ഒമാൻ്റെ തീരത്തോട് അടുപ്പിച്ചൊരു പുതിയ കപ്പൽശാലുണ്ടാക്കി അതുവഴി അമേരിക്ക കപ്പലുകളെ കടത്തി വിട്ടു തുടങ്ങിയിരുന്നു. പക്ഷേ അവിടെയും ആക്രമണം നടത്തുന്നത് കൊണ്ട് ഡ്രോണുകളും അതുപോലെ തന്നെ മിസൈലുകളും എല്ലാം വരുന്നത് കൊണ്ട് കപ്പലുകൾ അതുവഴിയും പോകാൻ തയ്യാറല്ല. ഈ ഒമാൻ്റെ കപ്പൽശാലുകളിലൂടെ കപ്പലുകളെ കടത്തിവിടരുതെന്ന് നേരത്തെ ഇറാൻ പറഞ്ഞിരുന്നതാണ്. ഇറാനും ഒമാനും തമ്മിൽ ഇക്കാര്യത്തിൽ ചർച്ച നടന്നു. ഏതാണ്ട് ഈ ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് 2 രാജ്യങ്ങളും ഒരു ഏകീകൃത അഭിപ്രായത്തിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഹോർമൂസ് കടലിടുക്ക് ഇപ്പോഴെങ്ങും തുറക്കുമെന്ന് കരുതണ്ട. ഇറാൻ്റെയോ ഒമാൻ്റെയോ അധികാരമില്ലാതെ അതുവഴി കപ്പലുകളൊന്നും പോകുന്ന പ്രശ്നമില്ല എന്ന് ഒരിക്കൽ കൂടി പ്രഖ്യാപിക്കുകയാണ് ഇപ്പോൾ ഇറാൻ ചെയ്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. എണ്ണ, പ്രകൃതിവാതകം ഇതെല്ലാം ഇന്ത്യയിലേക്ക് വരേണ്ടതുണ്ട്. അതിന് ഈ പറയുന്ന സപ്ലൈ ചെയിൻ മുറിയാതിരിക്കണം. പക്ഷേ ഇപ്പോൾ സപ്ലൈ ചെയിൻ പൂർണ്ണമായും മുറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
മറ്റൊരു പ്രധാന കാര്യമെന്നത് കരിങ്കടലിലേക്ക് ഇപ്പോൾ തുർക്കിയും ഇറങ്ങിയിരിക്കുകയാണ്. തുർക്കി കരിങ്കടലിൽ ഇറങ്ങി തുർക്കിയുടെ നാവികസേന മറ്റ് കപ്പലുകളെ തടയാൻ തുടങ്ങിയിരിക്കുന്നു. തുർക്കി നാവികസേനയുടെ ലക്ഷ്യം റഷ്യയാണ്. റഷ്യ ഈ പറയുന്ന യുക്രൈനു നേരെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ്. എണ്ണ വിറ്റ പൈസ കൊണ്ടാണ്, അല്ലെങ്കിൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് എണ്ണ വിൽക്കുന്ന പൈസ കൊണ്ടാണ് ഇവർ ഈ യുദ്ധം ചെയ്യുന്നത്. എണ്ണ ഇവരുടെ പക്കൽ നിന്ന് വാങ്ങരുത് എന്ന് പറഞ്ഞാൽ ഇന്ത്യ അത് കേൾക്കുന്നില്ല. നിരന്തരം ഇന്ത്യ എണ്ണ വാങ്ങിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് പണി കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. ഇന്ത്യക്ക് പണി കൊടുക്കാനായി യൂറോപ്യൻ യൂണിയൻ നിശ്ചയിച്ചിരിക്കുന്നത് തുർക്കിയാണ്. കാരണം തുർക്കിയും ഇന്ത്യയും തമ്മിൽ ശത്രു രാജ്യങ്ങളാണ് എന്ന് നമുക്കറിയാം. ഇന്ത്യക്ക് ഒരു പണി കൊടുക്കണമെന്ന് പറഞ്ഞ് തുർക്കിയെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ തുർക്കി അത് വളരെയധികം ആത്മാർത്ഥതയോടുകൂടി ചെയ്യുമെന്ന് ഈ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് തുർക്കി അതിനുവേണ്ടി പിടിച്ചിരിക്കുന്നത്. തുർക്കിയും അതിനകത്ത് കരിങ്കടലിൽ ഇറങ്ങി റഷ്യയുടെ എണ്ണക്കപ്പലുകളെയാണ് തടയുന്നത്. റഷ്യയുടെ എണ്ണ കയറ്റുമതി കേന്ദ്രമായ നോവോറോസിസ്കിലേക്ക് ഉള്ള കപ്പലുകളാണ് തടയുന്നത്. അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് വരുന്ന കപ്പലുകളെയും തുർക്കി തടയുന്നുണ്ട്. ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആശങ്കാജനകമാണ്. ഗൾഫ് മേഖലകളിൽ അല്ലെങ്കിൽ ഹോർമൂസ് കടലിടുക്ക് തുറന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഇന്ത്യയിലേക്ക് എണ്ണ എത്തിത്തുടങ്ങും. പക്ഷേ ഈ ഒരു റോവോറോസ്ക് എന്ന് പറയുന്ന തുറമുഖം, അവിടേക്ക് കപ്പലുകൾ പോയില്ല എങ്കിൽ തീർച്ചയായും റഷ്യൻ ടാങ്കറുകൾ വന്നില്ല എങ്കിൽ തീർച്ചയായും അത് ഇന്ത്യയെ ബാധിക്കും. ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയെ ദോഷകരമായി ബാധിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളവും ആശങ്കയുണ്ടാക്കുന്ന നിരവധി പ്രഖ്യാപനങ്ങൾ, നിരവധി വാർത്തകളാണ് ഇപ്പോൾ ഹോർമൂസ് കടലിടുക്കിൽ നിന്നും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും കരിങ്കടൽ പോലെയുള്ള ഭാഗങ്ങളിൽ നിന്നുമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെയൊക്കെ ശല്യത്തിന് പുറമെയാണ് ഇപ്പോൾ ഈ ഹൂത്തികളും അതുപോലെ തന്നെ മറ്റ് ചില നോൺ സ്റ്റേറ്റ് സംഘടനകളും ചേർന്നുകൊണ്ട് മേഖലയിൽ കപ്പലുകൾക്ക് നേരെ വലിയ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കപ്പലുകളെ ആക്രമിക്കരുതെന്ന് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ വീണ്ടും വീണ്ടും അമേരിക്കയോടും അതോടൊപ്പം തന്നെ ഇറാനോടും എല്ലാം അഭ്യർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഹോർമൂസ് കടലിടുക്കിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ വരുന്നത്, കരിങ്കടലിലും കൂടുതൽ നിയന്ത്രണങ്ങൾ വരുന്നത്.